ബി.ജെ.പി. നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ വാർത്തകൾ കേൾക്കാറുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് അവർ കുറച്ച് ദിവസങ്ങളായിട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് പോലും നമുക്ക് അറിയില്ല. എന്നാലും അവിടെ ഉണ്ട് എന്നുള്ളതായിരുന്നു വിവരം. അപ്പോൾ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രന് ഒരു സ്ഥാനം ആവശ്യമുണ്ട് എന്നുള്ളത് ശോഭാ സുരേന്ദ്രനും അറിയാം, നമുക്കും അറിയാവുന്ന രഹസ്യവും പരസ്യവും ഒക്കെയാണ്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയാകുമോ? അല്ലെങ്കിൽ ഈ ശോഭാ സുരേന്ദ്രന് സത്യത്തിൽ പാർട്ടിയിൽ ഒരു വേണ്ട സ്ഥാനം ലഭിച്ചില്ല എന്നൊക്കെ പറയുന്നതിന് പിന്നിൽ എന്താണ് ഉള്ളത്? അല്ല, കേരളത്തിലെ ബി.ജെ.പി. നന്നാവാത്തതിന് ഏറ്റവും പ്രധാന കാരണമായി നിഷ്പക്ഷ നിരീക്ഷകർ പറയുന്നതിൽ ഒന്ന് കേരളത്തിന്റെ സാമൂഹ്യ അവസ്ഥയൊക്കെ ഉണ്ട്. അതിനപ്പുറത്ത് കേരളത്തിലെ ബി.ജെ.പി. സംഘടന തന്നെയാണ്. ഒന്നൊന്നിനോട് ചേരില്ല. എല്ലാവരും തമ്മിൽ സംഘർഷമാണ്. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ പൊതുവെ അറിയപ്പെടുന്നത് വലിയ വോട്ട് ക്യാച്ചറായിട്ടാണ്. അവരെവിടെ പോയാലും കൂടുതൽ വോട്ട് സമാഹരിക്കും. അവര് ആലപ്പുഴ വന്നപ്പോൾ, മുമ്പ് പാലക്കാട് വന്നപ്പോൾ, ഇപ്പോൾ അതിനുശേഷം പല സ്ഥലങ്ങളിൽ വലിയ തോതിൽ വോട്ട് പിടിച്ച് മറ്റാളുകളെ ഞെട്ടിക്കുന്ന ഒരാളാണ് എന്നാണ് പൊതുവെ അറിയാം. പക്ഷെ അത് പാലക്കാട് ഫലിച്ചില്ല. പാലക്കാട് ഫലിക്കാത്തതിന് പല കാരണങ്ങളുണ്ട്. പാലക്കാടിന്റെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. ശോഭാ സുരേന്ദ്രൻ ശക്തമായി വന്ന ആ കാലത്ത് തന്നെ നമ്മൾ പറഞ്ഞത് ശോഭയ്ക്ക് ജയിക്കാൻ സാധ്യതയില്ല. കാരണം പാലക്കാടിന്റെ രാഷ്ട്രീയ ഭൂപടം അതിനനുസരിച്ചല്ല. പാലക്കാട് രാഷ്ട്രീയതരമായി വോട്ട് കൂടുതൽ പിടിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ജയിക്കുള്ളൂ. ബി.ജെ.പി. ജയിക്കണമെങ്കിൽ ബി.ജെ.പിക്ക് വോട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവിടെ മുമ്പോട്ട് പോകണമെങ്കിൽ മറ്റ് കക്ഷികളിലെ ആളുകളുടെ വോട്ട് കിട്ടണം. ശക്തമായ ഒരു രാഷ്ട്രീയം പറയുന്ന ശോഭയ്ക്ക് അങ്ങനെ ഒരു വോട്ട് കിട്ടില്ല. അതിന് നമുക്ക് വളരെ തെളിവുണ്ട്. ഇ. ശ്രീധരൻ അവിടെ മത്സരിച്ചപ്പോ ബി.ജെ.പി. സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഇ. ശ്രീധരൻ മത്സരിച്ചപ്പോഴാണ്. അന്ന് ഷാഫിയായിരുന്നു എതിരെ. എന്നിട്ട് പോലും എന്താ കാര്യം? കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെയോ CPM-ന്റെയോ അല്ലെങ്കിൽ മധ്യവർഗ അങ്ങനത്തെ കുറെ വോട്ടുകൾ സമാഹരിക്കാൻ ശ്രീധരന് കഴിഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ശേഷി ഇവർക്കില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരൊരു കടുത്ത രാഷ്ട്രീയക്കാരിയാണ്. അതുകൊണ്ട് ആ ഒരു ബഹളം ഉണ്ടാക്കി കിട്ടുന്നല്ലാതെ ഇല്ല. ഇവർ കടുത്ത രാഷ്ട്രീയക്കാരി ആയതുകൊണ്ട് കൗണ്ടർ ബാലൻസ് വളരെ സ്ട്രോങ് ആയിരിക്കും. ഇവർ തോൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ സ്ട്രോങ് ആയിരിക്കും. പെന്നമ്മ റസാക്കിനെ നിർത്തി ഇവർക്ക് ചെറിയൊരു സഹായം കിട്ടുന്നവർ വിചാരിച്ചു. അതൊന്നും കിട്ടിയില്ല അവർക്ക്. കാരണം അങ്ങനെയല്ല അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ. ബി.ജെ.പി. വിരുദ്ധ വോട്ടുകൾ ഏകീകരിക്കപ്പെടും. അത് മതന്യൂനപക്ഷ വോട്ട് മാത്രമല്ല, ബി.ജെ.പി. ജയിക്കേണ്ടെന്ന് തീരുമാനിക്കുന്ന വോട്ടുകൾ ഏകീകരിക്കപ്പെടും. സത്യത്തിൽ ബി.ജെ.പി. ജയിക്കേണ്ട എന്ന് കരുതുന്ന മറ്റുള്ളവരെയും മത ന്യൂനപക്ഷങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ബി.ജെ.പിക്കുള്ളിലുള്ള ഒരു അടിയില്ലേ? ഞാൻ അതാണ് അടുത്ത് വരാൻ പോണേ. അതിനേക്കാൾ കൂടുതൽ പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, നഷ്ടപ്പെട്ട നഗരസഭയാണ്. ഇപ്പോഴും വലിയ കക്ഷി ആയതുകൊണ്ട് തൽക്കാലം ഭരിക്കുന്നതാണ്. മുമ്പ് അവർക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അവിടെ ഇപ്പൊ അവർ പോയി. അതും നമ്മൾ ആലോചിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടം മുതൽ MLA-ക്കെതിരായി ഇത്രയും വലിയ ആരോപണം അവിടെ ഉണ്ടായിട്ടും നമ്മുടെ ചാനലുകൾ ദിവസങ്ങളോളം ചർച്ച ചെയ്തിട്ടും ഒരു ഇമ്പാക്റ്റും പാലക്കാട് ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം UDF-ന്റെ വോട്ട് കൂടി, ബി.ജെ.പിയുടെ വോട്ട് കുറഞ്ഞു, LDF-ന്റെ വോട്ടും കുറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ അവിടെ നിന്ന് ജയിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് കണക്കാക്കിയ ഒരാളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ അങ്ങനെ വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവർ ഇത്ര ഫയർ ബ്രാൻഡ് ആണ് എന്നൊക്കെ ആളുകൾ പറയുമ്പോഴും പാർട്ടിക്കകത്ത് ഇവരുടെ ബ്രാൻഡിങ് വളരെ മോശമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവരുമായി നന്നായി ടേംസിലുള്ള വളരെ കുറച്ച് പേരെ പാർട്ടിയിലുള്ളൂ. പാർട്ടിയുടെ പഴയ പ്രസിഡന്റുമാരെ ലീഡർഷിപ്പിൽ എനിക്കറിയില്ല രാജീവ് ചന്ദ്രശേഖരന്റെ കാര്യം. പക്ഷെ ബാക്കിയുള്ള ലീഡേഴ്സ് ഒന്നും ഇവരുമായിട്ട് യോജിച്ചു പോകുന്നതല്ല. ഇവരെ ഒരു സംഘടനാ സംവിധാനത്തിനകത്ത് നിർത്താൻ പറ്റിയ ആളല്ല എന്നും എപ്പോൾ വേണി പൊട്ടിത്തെറിക്കാമെന്നും ഒക്കെയുള്ള സംഗതിയുണ്ട്. ഇവർക്കെതിരെ ചില അഴിമതി ആരോപണങ്ങളും മറ്റു സംഗതികളും വന്നിട്ടുണ്ട്. അതിപ്പോ നമുക്ക് ഉറപ്പില്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടോന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ശിക്ഷിക്കപ്പെട്ടിരുന്നവരെ ആരെ പറ്റി ആരോപണം ഉന്നയിക്കാന്നുള്ളൂ, ഞാനത് സമ്മതിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ 2 ദിവസം മുമ്പാണ് മറ്റേ പൈസ കൊടുക്കുന്നതും വെള്ളമുണ്ടെടുത്ത പ്രേതം നടന്നു പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കഥ വന്നത്. അപ്പൊ പൈസ കൊടുക്കുന്നത് കണ്ടതാ. അതിന് സത്യത്തിൽ അതൊരു മേക്കിംഗ് ആണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ ഇവരുടെ ഒരു നിലപാട്, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിന്റെ എടുത്ത നിലപാട് ശരിക്കും പ്രശ്നമായി പോയില്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഒരു ആരോപണം വന്നാൽ അത് എന്താണെന്ന് അന്വേഷിക്കുകയും എന്താണെന്ന് സത്യസന്ധമായ ആളുകളോട് പറയുന്നതിന് പകരം ഇവര് വല്ലാതെ ചൂടായിക്കളഞ്ഞു. അതുപോലെ പത്രക്കാരോട് ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഏതുകൊണ്ട് ഒരു പിണറായി സ്റ്റൈൽ മറുപടിയൊക്കെ കൊടുത്തു. അതോടുകൂടിയാണ് അവർ നെഗറ്റീവായത്. ഞാൻ പറഞ്ഞു വന്നത്, ശോഭാ സുരേന്ദ്രൻ വല്ലാതെ
ഡൗൺഗ്രേഡ് ചെയ്യപ്പെട്ട ഒരു നേതാവാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ സംഘടനാ സംവിധാനത്തിനകത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വളരെ കുറവാണ്. എങ്കിലും കേന്ദ്ര നേതൃത്വത്തിന് അറിയാൻ പറ്റിയ ഒരു ഫയർ ബ്രാൻഡാണ്. അതെ. ഇവർക്കൊരു ചാൻസ് ഉണ്ടാകുമായിരുന്നു. യഥാർത്ഥത്തിൽ ജോർജ് കുര്യൻ മന്ത്രിയായിരുന്നു. ജോർജ് കുര്യൻ പരാജയപ്പെട്ടു. അയാൾക്കൊരു ഇമ്പാക്റ്റും തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായില്ല. അതോടുകൂടി ജോർജ് കുര്യന്റെ ചീട്ട് കീറുന്നുള്ള ഉറപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യസഭാ കാലാവധി അവസാനിക്കുകയും അദ്ദേഹം മന്ത്രി അല്ലാതാവുകയും ചെയ്തു. സ്വാഭാവികമായും സുരേഷ് ഗോപി അല്ലാതെ കേരളത്തിൽ നിന്ന് ഒരു മന്ത്രി എന്ന ഒരു തോന്നലുണ്ട്. അതിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് വളരെ മുമ്പേ തന്നെ വന്നിട്ടുമുണ്ട്. പക്ഷെ ശോഭാ സുരേന്ദ്രനുള്ള ചാൻസ് പോയത് എപ്പോഴാണ്? സതീശൻ മുഖ്യമന്ത്രി ആയപ്പോഴാണ്. അതാണ് അതിലെ തമാശ. കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഇന്ന് കേന്ദ്രമന്ത്രിയാകുമായിരുന്നു. അതിന് കാരണം കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായാൽ ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് വേണം. ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പിൽ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചാൽ അത് ചിലപ്പോൾ ആലപ്പുഴ UDF-നോട് ദേഷ്യം ഉണ്ടാവും ആളുകൾക്ക്, വെറുതെ തെരഞ്ഞെടുപ്പ് നടത്തിയത്. മാത്രമല്ല LDF വീക്കുമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നിന്ന് ഒരു MP വന്നേക്കാമായിരുന്നു വേണമെങ്കിൽ. കാരണം ജനങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യുന്നവരാണ്. കാരണം ഇപ്പൊ UDF എന്തിനാ വെറുതെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതെന്ന് ചോദിച്ച് അതിന് ദേഷ്യം വരും. LDF ആണെങ്കിൽ അതിലേറെ കുഴപ്പത്തിലാണ് ആലപ്പുഴ കിടക്കണേ, എന്നാൽ BJP ജയിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ഒരു ഫ്ലോട്ടിംഗ് വോട്ട് ഉണ്ട്. ആ വോട്ടിംഗ് വോട്ട് കിട്ടിയാൽ കെട്ടുമായിരുന്നു. പക്ഷെ അവരുടെ നിർഭാഗ്യത്തിന് കെ.സി. വേണുഗോപാൽ മുഖ്യമന്ത്രിയായില്ല. സതീശൻ മുഖ്യമന്ത്രിയാവുകയും ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു സാധ്യത ഇല്ലാതാവുകയും ചെയ്തു. അതോടുകൂടി ഇവർക്ക് കിട്ടുമെന്ന് ഇവർ പ്രതീക്ഷിച്ച ഒരു സ്ഥാനം അവർക്ക് കിട്ടിയില്ല. സ്വാഭാവികമായും ഏത് നേതാവിനും ഒരു സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഞാൻ അതിനെ കുറിച്ചൊന്നും പറയില്ല. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് പലപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ എവിടെ നിന്നാലും അത്യാവശ്യം വോട്ടിംഗ് ശതമാനം ഉയർത്തിക്കൊണ്ടുവരുന്ന നേതാവാണ്. ഈ വോട്ട് നമ്മൾ നിഷ്പക്ഷമായിട്ട് നോക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ ആളുകൾ വന്ന് നിൽക്കുമ്പോൾ, ശോഭാ സുരേന്ദ്രൻ വന്ന് നിൽക്കുമ്പോൾ ആളുകൾ കൂടാറുണ്ട്. അതിപ്പോ രാഷ്ട്രീയത്തിനും അപ്പുറം ഇവരുടെ ഒരു തീപ്പൊരി പ്രസംഗം അതുകൊണ്ട് കൂടാറുണ്ട്. പക്ഷെ ഇത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേപോലെ വോട്ട് ശതമാനം ഉയർത്തേണ്ട ചില സ്ഥലങ്ങളിൽ ഇവരെ നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവിനെ BJP-ക്കുള്ളിൽ തന്നെ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞ BJP സംഘടനാ സംവിധാനത്തിൽ ശോഭാ സുരേന്ദ്രൻ എവിടെയുമില്ല. ശോഭാ സുരേന്ദ്രനെ പിന്താങ്ങുന്ന നേതാക്കൾ BJP സംസ്ഥാന തലത്തിൽ ഇല്ല. അതാണ് കാര്യം. ഇപ്പൊ ബാക്കി ചില ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഇപ്പൊ കെ. സുരേന്ദ്രന്റെ ഗ്രൂപ്പ്, പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരന്റെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ മറ്റേ പഴയ കൃഷ്ണദാസിന്റെ ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലൊന്നും ശോഭാ സുരേന്ദ്രൻ ഇല്ലാന്നേ. ഇതിലൊന്നും ശോഭാ സുരേന്ദ്രൻ ഇല്ല. ശോഭാ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ കേരളത്തിലെ BJP ലീഡർഷിപ്പിൽ ഇല്ല. ഇനി അവർക്ക് ഇത് ഏതാണ്ട് സുരേഷ് ഗോപിക്ക് ഇപ്പൊ ഏതാണ്ട് ആ സ്ഥിതിയായിട്ടുണ്ട്. സുരേഷ് ഗോപി MP ആയിപ്പോയി, മന്ത്രിയായി പോയി എന്നുള്ളതുകൊണ്ട് അയാൾക്ക് അതൊരു വലിയ വിഷയമല്ല. അതിനെ മറികടക്കണമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഒരു സ്ഥാനം വേണം. ആ സ്ഥാനം എന്താണ്? ഇപ്പൊ ഉദാഹരണത്തിന് രാജീവ് ചന്ദ്രശേഖരന് MLA ആയതുകൊണ്ട് ഇനി അധികകാലം തുടരാൻ പറ്റുമെന്ന് അറിയില്ല. ചിലപ്പോൾ മാറിയേക്കാം. പക്ഷെ അത് മാറില്ല എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. കാരണം V. മുരളീധരനെ പാർലമെന്ററി പാർട്ടി ലീഡറാക്കി. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരാണല്ലോ വരേണ്ടത്. അപ്പൊ അതോടുകൂടി രാജീവ് ചന്ദ്രശേഖർ തുടരുന്നതാണ്. ഇനി രാജീവ് മാറുകയാണെങ്കിൽ ആ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രനെ പരിഗണിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. വേണമെങ്കിൽ അതും അവിടെയും ശോഭാ സുരേന്ദ്രൻ അതിനാണോ കളിക്കണമെന്ന് അറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സേഫ് ആയിട്ടുള്ള ബെറ്റ് ഇവിടെ കേന്ദ്രമന്ത്രിയാവുക, ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക, കേന്ദ്രമന്ത്രിയായി ഇവിടെ ഒന്ന് വിലസുക, ഇവിടെ വന്ന് ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കുക, ഒരു പൊസിഷൻ ഉണ്ടാക്കിയെടുക്കുക. അവരത് അർഹിക്കുന്നില്ല സർ, ശരിക്കും. അല്ല, അർഹത ഞാൻ പറയുന്നില്ല. കാരണം അത് ഓരോരുത്തരുടെയും പാർട്ടി ഓരോന്നല്ലേ തീരുമാനിക്കുക. അവരുടെ അർഹത എന്ന് പറഞ്ഞാൽ അവര് ശരിയാണ്, അവർ കേരളത്തിലെ ഫയർ ബ്രാൻഡ് ലീഡറാണ്. പക്ഷെ അത് പാർട്ടി കൂടി തീരുമാനിക്കണ്ടേ? കേന്ദ്ര പാർട്ടി കൂടി തീരുമാനിക്കണ്ടേ? പാർട്ടി തീരുമാനിക്കാൻ അവർ ഇതുവരെ ഇലക്ഷൻ ജയിച്ചിട്ടില്ലല്ലോ, ജയിക്കാൻ പറ്റിയില്ലല്ലോ, വോട്ട് അവർ കൂടുതൽ പിടിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് പാർട്ടി തീരുമാനിക്കാത്തടത്തോളം അവർക്ക് ചാൻസ് കുറവാണ്. എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ അവർ ആരോഗ്യമായിട്ട് ചരട് വലിക്കുന്നുണ്ടാവാം. ഈ പറഞ്ഞ മാതിരി നാളെ കേന്ദ്രമന്ത്രിയും സഭാ വികസനം ഇപ്പോൾ എന്തായാലും വരാൻ പോവാണ്. UP ഇലക്ഷന് മുമ്പ് അത് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും അയോധ്യയിലെ വിഷയങ്ങളെല്ലാം കൂടി വന്നു, നീറ്റിന്റെ വിഷയം വന്നു, വല്ലാതെ പ്രതിരോധത്തിലാണ് കേന്ദ്ര സർക്കാർ. അങ്ങനെ വരുമ്പോൾ ചിലപ്പം മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടായേക്കാം. കേരളത്തിൽ നിന്നൊരു മന്ത്രി വേണം തീരുമാനിച്ചാൽ അത് ശോഭാ സുരേന്ദ്രൻ ആയിക്കൂടെ എന്ന് ചോദിച്ചേക്കാം. ഒക്കെ വരാം. അതിനായിരിക്കും അവർ ചരട് വലിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അവിടെ നിന്ന് വലിച്ചാലേ ഇത് കിട്ടുള്ളൂ. ഇവർക്ക് വേണ്ടി അവിടെ പോയി പറയാൻ ആളില്ലെങ്കിൽ അവർ തന്നെ പോയി പറയണ്ടേ?
കേന്ദ്രത്തിൽ ഇവരുടെ ഹോൾഡ് എന്താന്ന് നമുക്കറിയില്ല. ഏതെങ്കിലും ആളുകളായിട്ട് ഇവർക്ക് ബന്ധമുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിയെയോ അമിത്ഷായെയോ BJP നേതൃത്വത്തെയോ ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്താൽ പിന്നെ സ്ഥാനം കിട്ടിയാൽ നല്ലത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഈ എതിരാളികളായ സ്വന്തം പാർട്ടിക്കാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട്. ശോഭാ സുരേന്ദ്രന് ബുദ്ധിമുട്ടാണ്.